ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലേഖന ഭാഗത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് വെളിപാടിന്റെ പുസ്തകത്തിനുള്ള വായനയാണ്. ഇവിടെ എഫേസോസിലെ സഭയ്ക്കുള്ള എഫേസോസിലെ സഭയുടെ ദൂതനുള്ള കത്താണ് നമ്മൾ വായിച്ചു കേട്ടത്. വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള, നമുക്ക് വളരെയേറെ പരിചയമുള്ള ഒരു വചനഭാഗം നമ്മൾ വായിക്കണം. ഒരു വചനം വായിക്കുകയാണ്. എഫേസോസിലെ സഭയോട് ദൈവം പറയുകയാണ്, അതായത് എന്റെ പ്രവൃത്തികൾ എനിക്ക് ഓർമ്മയുണ്ട്, അല്ലെ, എന്റെ പണ്ടത്തെ പ്രവൃത്തികൾ നീ ഓർക്കുക. നിനക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹം നിനക്കിപ്പോഴില്ല. ഏതവസ്ഥയിൽ നിന്നാണ് നീ നിബന്ധിച്ചത് എന്ന് നീ ഒന്ന് ഓർക്കുക. അനുദപിച്ച് പഴയ പ്രവൃത്തികളിലേക്ക് മടങ്ങുക. എന്ന് വായിച്ചാലും എത്ര വർഷം കഴിഞ്ഞ് വായിച്ചാലും നമുക്ക് 1 മണിക്കൂറോളം ധ്യാനിക്കാനുള്ള വലിയൊരു നിധി ഈ വചനത്തിനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെ, നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തില്, നമുക്ക് മനുഷ്യരോടുള്ള, നമ്മുടെ ഫാമിലിയോടുള്ള ബന്ധത്തിലൊക്കെ ഈ വചനം വെച്ച് നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. നിനക്ക് പണ്ട് എന്നോടുണ്ടായിരുന്ന സ്നേഹം ഇപ്പോഴില്ല. ഏതവസ്ഥയിൽ നിന്നാണ് നിന്റെ സ്നേഹം കുഞ്ഞു പോയതെന്ന് നീ നിബന്ധിച്ചതെന്ന് ഓർക്കുക. അനുദപിച്ച് പഴയ പ്രവൃത്തിയിലേക്ക് തിരിയുക. സ്നേഹമുള്ളവരെ, ഈ വചനം നമ്മുടെ മനസ്സിലൊന്ന് സൂക്ഷിക്കാം. ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ദൈവത്തോടുള്ള സ്നേഹത്തില്, മനുഷ്യരോടുള്ള ബന്ധത്തില് എനിക്ക് സ്നേഹക്കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.